നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 346 346. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 6-ാം അധ്യായത്തിലെ 35-ാമത്തെ ശ്ലോകം മുതൽക്കാണ് ഇന്ന് പറയേണ്ടത്. അപ്പോൾ 35-ാമത്തെ ശ്ലോകം ലിംഗം ച താപസാഭീഷ്ടം ഭസ്മദണ്ഡജടാജിനം അംഗേന സന്ധ്യാഭൃരുജാ ചന്ദ്രലേഖാം ച ബിഭ്രതം. ഇവിടെ ഈ ശ്ലോകത്തിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ സന്ധ്യാകാലത്തിലെ മേഘം പോലെ ശോഭയോടുകൂടിയ ശരീരത്താൽ താപസന്മാർക്ക് അത്യന്തം ഇഷ്ടമായിരിക്കുന്ന ഭസ്മം, ദണ്ഡം, ജട, അജിനം എന്ന ലക്ഷണത്തെയും ചന്ദ്രക്കലയെയും ധരിച്ചിരിക്കുന്നു. ഇത് ആരുടെ സ്വരൂപ? സാക്ഷാൽ ശിവപെരുമാള് കൈലാസത്തിൽ ഒരു ആലിൻ്റെ ചുവട്ടിൽ തെക്ക് ഭാരതത്തെ നോക്കിക്കൊണ്ട് ഋഷീശ്വരന്മാർക്ക് ജ്ഞാനോപദേശം ചെയ്യുന്നൊരു രംഗത്തിലാണ് ഇവർ അവിടെ എത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ് വരുന്നത്? സന്ധ്യാകാലത്തുള്ള മേഘം പോലെ അതിശുഭ്ര നിറമുള്ള ശരീരത്താൽ താപസന്മാർക്ക് ഏറ്റവും ഇഷ്ടമായിരിക്കുന്ന ഭസ്മം, ദണ്ഡം, ജട, കൃഷ്ണമൃഗചർമ്മം എന്നീ ചിഹ്നത്തെയും ചന്ദ്രക്കലയെയും ധരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഭസ്മം ദേഹം ആസകലം പുരട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല തൂവെള്ള നിറം ഉണ്ടാവുക. അതാണ് ഇവിടെ പറഞ്ഞത്. ഇനി അതിൻ്റെ അടുത്ത ശ്ലോകം 36 പറയണു. ഉപവിഷ്ടം ദർഭമയ്യാം വൃസ്യാം ബ്രഹ്മസനാതനം നാരദായ പ്രവോചന്തം പൃച്ഛതേ ശൃണ്വതാം സദം. നാരദരെ മുതലായിട്ടുള്ള ദേവർഷികളാണ് കേൾക്കുന്നത്. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം പറയണത് ദർഭ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ബ്രിസിയിൽ എന്ന് പറഞ്ഞാൽ തട്ടുകൾ എന്നർത്ഥം. തട്ട്, ഇരിക്കാൻ ഉപയോഗിക്കുന്ന പുൽത്തട്ട്, തകിട് എന്നൊക്കെ എന്ത് വേണമെങ്കിലും പറയാം. ഇരിക്കുന്നവനും സത്തുക്കൾ കേട്ടിരിക്കെ ചോദ്യം ചെയ്യുന്ന നാരദർക്കായിക്കൊണ്ട് എന്നെന്നും നിലനിൽക്കുന്ന വേദതത്വത്തെ, സനാതനം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഇതാണ്. എന്നെന്നും നിലനിൽക്കുന്ന വേദതത്വത്തെ ആര് ഭരിച്ചാലും ആര് ഭരിക്കാൻ വന്നാലും സനാതനം എന്നുള്ളത് പോവില്ല. ഇത് ടൈം ഇമ്മമോറിയൽ, എത്ര കാലം മുമ്പുള്ളതാണെന്ന് പറയാൻ പറ്റില്ല, ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഉപദേശിക്കുന്നവനുമാകുന്നു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം യതികൾക്ക് ഉചിതമായ ദർഭാസനത്തിൽ. ഈ യതി എന്ന് പറഞ്ഞത് മുനി, ഋഷി എന്നൊക്കെ ഏറ്റവും അങ്ങേയറ്റത്തെ പരമമായ സ്ഥാനമാണ് യതി. അപ്പോൾ യതികൾക്ക് ഉചിതമായ ദർഭാസനത്തിൽ ബ്രിസിയിൽ ഇരിക്കുന്നു. സനന്ദൻ മുതലായ സിദ്ധന്മാർ ശ്രോതാക്കന്മാരായിരിക്കെ പൃച്ഛകനായിരിക്കുന്ന ശ്രീ നാരദമുനിയോടെ, പൃച്ഛകൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചോദ്യം ചോദിക്കാൻ പറ്റില്ല, എല്ലാവർക്കും വേണ്ടി ചോദ്യം ചോദിക്കാം. അതിവിടെ നമുക്കൊക്കെ വേണ്ടിയിട്ട് ചോദ്യം ചോദിച്ചതാരാ? സാക്ഷാൽ നാരദമുനി. അപ്പോൾ നാരദമുനിയോട് നിത്യമായ വേദതത്വത്തെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നു. എന്താ നിത്യമായ വേദതത്വത്തെ? എവർലാസ്റ്റിംഗ് എന്നർത്ഥം. എവർലാസ്റ്റിംഗ്, ഏത് കാലത്തും അതിൻ്റെ പ്രഭ ചോരാതെ കണ്ട് ഇരിക്കാൻ സാധിക്കണത് എന്നർത്ഥം. എവർ ഷൈനിങ് എന്ന് പറയാം. ഇനി 37-ാമത്തെ ശ്ലോകം
കൃത്തോരോ ദക്ഷിണേ സവ്യം പാദപത്മം ച ജാനുനി ബാഹും പ്രകോഷ്ഠേ അക്ഷമാലാം ആസീനം തർക്കമുദ്രയാ. ആ ഇരിക്കുന്ന ഇരുപ്പിൻ്റെ പോസിൻ്റെ സവിശേഷതകൾ എന്താ? അതാണ് പറഞ്ഞത്. വലത്തെ തുടയിൽ പത്മം പോലെ ഇരിക്കുന്ന ഇടത്തെ പാദത്തെയും ജാനുവിൽ മുട്ടിൽ കയ്യിനെയും മണികണ്ഠത്തിൽ ജപമാലയെയും തർക്കമുദ്രയോടെയും ഇരിക്കുന്നവനാക്കുന്നു. തർക്കമുദ്ര അത് ഞാൻ പറയില്ല, കാരണം എന്താ വെച്ചാൽ എനിക്കറിയില്ല. തർക്കമുദ്ര എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അറിയില്ല. അതിനപ്പം ഞാൻ വെറുതെ തള്ളിയിട്ട് എന്താ കാര്യം? എത്രയോ മുദ്രകളുണ്ട്, അതിലൊന്നെന്ന് വിചാരിച്ചാൽ മതി. നമുക്ക് തർക്കം നമുക്ക് വേണ്ടേനി. അപ്പോൾ പിന്നെ അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. അതെ അതെ അതെ. അപ്പോൾ വലത്തെ തുടയിന്മേൽ ഇടത്തെ പാദപത്മത്തെയും ഇടത്തെ കാലിൽ മുട്ടിന്മേൽ ഇടത്തു കൈയിനെയും വെച്ചുകൊണ്ടും വലത്ത് കൈയിൻ്റെ മണികണ്ഠത്തിൽ ജപമാലയെ ചുറ്റിക്കൊണ്ടും, ഈ മണികണ്ഠം എന്ന് പറഞ്ഞ റിസ്റ്റ് ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. വലത്ത് കൈയിൻ്റെ മണികണ്ഠത്തിൽ ജപമാലയെ ചുറ്റിക്കൊണ്ടും ആ വലത്തു കൈയിൻ്റെ പെരുവിരലിനെ ചൂണ്ടാണി വിരലോട് ചേർത്ത് പിടിക്കുന്ന അപ്പം മനസ്സിലായി. കൈ, അതായത് വലത്തെ കൈയിലെ ചൂണ്ടാണി വിരലിനെ വലത്ത് കൈയിൻ്റെ പെരുവിരലിനെ ചൂണ്ടാണി വിരലോട് ഇങ്ങനെ പിടിക്കണേനാണ് എന്ത് മുദ്ര എന്ന് പറഞ്ഞത്? തർക്കമുദ്ര എന്ന് പറഞ്ഞത്. ഇപ്പോൾ മനസ്സിലായി. ഇങ്ങനെ കണ്ടിട്ടുണ്ട് ശിവൻ്റെ ഫോട്ടോയിൽ, അതന്നെ തർക്കമുദ്ര കേട്ടോ. അപ്പോൾ ചേർത്ത് പിടിക്കുന്നതായ തർക്കമുദ്രയെ ധരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്രകാരം ഇരിക്കുന്ന ശിവനെ ദേവന്മാർ കണ്ടു. ശിവൻ ഇരിക്കുന്ന ആസനത്തിന് വീരാസനം എന്ന് പേർ. പത്മാസനമല്ല, വീരാസനം. മനസ്സിലായില്ലേ? വീരന്മാർക്ക് ഉചിതമായിട്ടുള്ളത് എന്ന് പറയാം. അപ്പോൾ അവിടെ അവസാനിച്ചില്ല, അവിടെ ഒരു പ്രമാണം പറയുന്നുണ്ട്. എന്താ? ഏകം പാദമതൈകസ്മിൻ വിന്യസേദൂരു സംസ്ഥിതം ഇതരസ്മിം തഥാ ബാഹും വീരാസനമിതം സ്മൃതം. വീരാസനം എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് പറഞ്ഞത്. ഒരു കാലിനെ മറ്റേ കാലിൻ്റെ തുടയിൽ വയ്ക്കുകയും കയ്യിനെ ആ കാലിൻ്റെ മുട്ടിൽ വയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ വീരാസനം എന്ന് പറയുന്നു. അങ്ങനെയല്ല, ചൂണ്ടുവിരലിൻ്റെയും തള്ളവിരലിൻ്റെയും തലപ്പുകളെ അന്യോന്യം യോജിപ്പിച്ചു പിടിക്കുന്ന ബന്ധനത്തിൻ്റെ തർക്കമുദ്ര എന്ന് മാന്ത്രികന്മാർ നാമം നിശ്ചയിച്ചിരിക്കുന്നു. ഇവിടെയും തർജനി അങ്കുഷ്ടം എന്ന് സാമാന്യേന പറഞ്ഞിരിക്കുന്നത് രണ്ടു കൈ കൊണ്ടും തർക്കമുദ്രയാവാം എന്ന് കാണിപ്പാനാകുന്നു. ഈ ഇരിപ്പിനും ഈ മുദ്രയ്ക്കും ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുവാൻ പ്രത്യേക സാമർഥ്യമുണ്ടെന്നാണ് യോഗശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇനി ഒരു 3 ശ്ലോകം വെവ്വേറെയാണ്, പക്ഷെ നന്നാല് വരി എന്ന് പറയാനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. 38ാമത്തെ ശ്ലോകം എന്താ പറഞ്ഞത്? തം ബ്രഹ്മനിർവാണ സമാധിമാശ്രിതം വ്യുവാശ്രിതം ഗിരിശം യോഗകക്ഷാം സലോകപാലാമുനയോ മനൂനാം ആദ്യം മനം പ്രാഞ്ജലയ പ്രണേമോ. അതിൻ്റെ വാക്കാർത്ഥം പറയണു. ബ്രഹ്മാനന്ദ സമാധിയെ, ബ്രഹ്മാനന്ദത്തിലിരിക്കുക സമാധിയിൽ ആശ്രയിച്ചും യോഗപട്ടത്തെ വിശേഷമായ ആശ്രയിച്ചും മനുക്കളുടെ ആദിയിലുള്ള മനുവായും ഇരിക്കുന്ന ആ ശിവനെ, അതായത് ആദിയിലുള്ള മനുവായി എന്ന് പറഞ്ഞാൽ മനു വാഴാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള ആളെന്ന് അർത്ഥം പറയാം. ഒന്നാമത്തെ മനു ഉള്ളതിൻ്റെ മുമ്പേ. അതുകൊണ്ടാണ് ആ ശിവനെ ലോകപാലന്മാരോടുകൂടിയ മുനിമാർ അഞ്ജലി ബന്ധം ചെയ്തവരായിട്ട് നമസ്കരിച്ചു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണു. പരബ്രഹ്മസ്വരൂപനായ വാസുദേവനിൽ അവിടെയാണ് ശിവൻ ആരെയാണ് ഭജിക്കണത്? ശ്രീഹരിയെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ, അങ്ങനെ പറയണം. ശ്രീഹരിയെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ. കാരണം ശിവപുരാണത്തിൽ പാർവതീദേവി ചോദിക്കുന്നുണ്ട്, അങ്ങ് ആരേനെയാണ് എന്താ പറയുക സമാധിയിൽ ഇരുന്ന് ഭജിക്കുന്നത്?
സംശയമൊന്നുമില്ല, ഞാൻ വിഷ്ണുവിനെ എന്നാണ് പറഞ്ഞത്, നാരായണനെ എന്നർത്ഥത്തിൽ. അതേമാതിരി മഹാലക്ഷ്മി അനന്തശായിയായിരിക്കുന്ന സാക്ഷാൽ സ്വാമി നാരായണനോട് ചോദിക്കുന്നുണ്ട്, അങ്ങ് ആരേനെയാണ് ഭജിക്കുന്നത്? ഞാൻ ലോകഗുരുവായിരിക്കുന്ന പരമേശ്വരനെയാണ് ഭജിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ അറിയുമ്പോഴാണ് ഭേദഭാവന ഇല്ലാതെ കണ്ട് നമശിവായ എന്ന് ചൊല്ലിയാലും ഓം നമോ ഭഗവതേ വാസുദേവായ ചൊല്ലിയാലും രണ്ടും ഒന്നാണെന്നുള്ള ബോധം ഉണ്ടാകും. മാത്രമല്ല, തിങ്കളാഴ്ച ശിവ സഹസ്രനാമം, വ്യാഴാഴ്ച വിഷ്ണു സഹസ്രനാമം ജപിക്കില്ല, എല്ലാം ഒന്നാണ്. പിന്നെ കാര്യം വേണമെന്നുണ്ടെങ്കിൽ എല്ലാം അറിയാൻ വേണ്ടി പഠിക്കാം. പക്ഷേ ഒരേ മന്ത്രം ജപിക്കുന്നതാണ്, ഒരേ ശാസ്ത്രം ജപിക്കുന്നതാണ് യുക്തം. കാരണം പല കുഴികൾ അവിടെയും ഇവിടെയും കുഴിക്കണേക്കാൾ നല്ലത് എല്ലാ കുഴികളും ഒരു സെൻറ്ററിലാണെങ്കിലോ അവിടെ കിണറാവും, വെള്ളം കാണും. ഈ ഒരു താല്പര്യം നമ്മൾ മനസ്സിൽ വയ്ക്കണം. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത്, പരബ്രഹ്മസ്വരൂപനായ വാസുദേവനിൽ മനസ്സിനെ ലയിപ്പിക്കുന്നത് കൊണ്ട് സിദ്ധിക്കുന്ന പരമാനന്ദത്തെ അനുഭവിച്ചുകൊണ്ട് സമാധിയിൽ ഇരിക്കുന്നവനും ഇടത്തത്തുടയെ ബലപ്പെടുത്തുവാനായി യോഗപട്ടത്തെ ധരിച്ചും മനനശീലന്മാരായ മുനിമാരിൽ വെച്ച് ആദ്യനായ മുനിയുമായിരിക്കുന്ന ശ്രീ ഗിരീശനെ കണ്ട മാത്രത്തിൽ ഇന്ദ്രാദി ലോകപാലന്മാരോടുകൂടെ അഞ്ജലി ബന്ധിച്ചുകൊണ്ട് മുനിമാർ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു വൈഭവം മനസ്സിലുണ്ടായണ്ടല്ലോ, ആനന്ദം, പരമാനന്ദം. 39ാമത്തെ ശ്ലോകം പറയുന്നു, സ തൂപലഭ്യാഗതാം ആത്മയോനീം സുരാസുരേഷൈരഭിവന്ദിതാംഗ്രിഹി ഉദ്ധായ ചക്രേ ശിരസാഭിവന്ദനം അഹർത്തമ കസ്യയദൈവ വിഷ്ണു. കസ്യ എവിടെയാണ് എന്നാ ചോദിക്കുന്നത്. ആ ദേവനാകട്ടെ സുരന്മാരുടെയും അസുരന്മാരുടെയും അധിപന്മാരാൽ ഏറ്റവും വന്ദിക്കപ്പെട്ട പാദങ്ങളോടുകൂടിയവനാകുന്നുവെങ്കിലും തൻ്റെ ഉൽപ്പത്തിസ്ഥാനമായ ദേവനെ, തൻ്റെ ഉൽപ്പത്തിസ്ഥാനം സാക്ഷാൽ നാരായണൻ ഏകമായ പരബ്രഹ്മം ദ്രിവിധമായി പിരിഞ്ഞു എന്ന് പറഞ്ഞുവല്ലോ, ആഗതനായിട്ട്, അതായത് ബ്രഹ്മാവ് ആഗതനായിട്ട് കണ്ടിട്ട് എഴുന്നേറ്റ് ഏറ്റവും പൂജ്യനായ ശ്രീനാരായണൻ പ്രജാപതിയുടെ കശ്യപൻ്റെ പാദത്തെ എന്ന പോലെ ശിരസ് കൊണ്ട് നമസ്കാരത്തെ ചെയ്തു. ഇതൊക്കെയാണ് മനസ്സിൽ പതിയേണ്ടത്. ആരാ കേമൻ? എല്ലാവരും കേമന്മാരാ. വിഷ്ണു ആണോ കേമൻ? അതെ. പരമേശ്വരനാണോ കേമൻ? അതെ. ബ്രഹ്മാവല്ലേ? അതെ. അപ്പോൾ പറയണു, ലോകദൃഷ്ട്യ, ലോകരുടെ കണ്ണിൽ ശ്രീ ശിവൻ ബ്രഹ്മാവിൻ്റെ പുത്രനാകയാൽ അങ്ങനെയുണ്ട്. കാരണം ബ്രഹ്മാവിൻ്റെ എന്താണെന്നാ പറയുക, രുദ്രൻ പുരകക്കുടിയിൽ നിന്നാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ലോകദൃഷ്ട്യ ശ്രീ ശിവൻ ബ്രഹ്മാവിൻ്റെ പുത്രനാകയാൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. സ്വപിതാവായ ബ്രഹ്മദേവൻ സമീപത്ത് വന്നിരിക്കുന്നതായി കണ്ടറിഞ്ഞ ഉടനെ ദേവന്മാരുടെയും അസുരന്മാരുടെയും അധിപന്മാർ വന്ദിക്കപ്പെടുന്ന പാദപത്മത്തോടുകൂടിയവനാകുന്നുവെങ്കിലും പരമപൂജ്യനായ ശ്രീ വിഷ്ണു വാമനമൂർത്തിയായി അവതരിച്ചപ്പോൾ കശ്യപ പ്രജാപതിയെ എന്ന പോലെ എഴുന്നേറ്റ് ശിരസ് കൊണ്ട് നമസ്കരിച്ചു. ഇനി 40ാമത്തെ ശ്ലോകം പറയണു, തഥാപരേ സിദ്ധഗണാമഹർഷിഭിര്യേവൈ സമന്താദനു നീലലോഹിതം നമസ്കൃത പ്രാഹശശാങ്കശേഖരം കൃതപ്രണാമം പ്രഹസന്നിവാത്മഭൂ. ഈ ശ്ലോകത്തിന് വാക്കാർത്ഥം പറയുമ്പോൾ, ശിവസമീപത്തിൽ 4 ഭാഗത്തും മഹർഷികളോടുകൂടിയ അന്യന്മാരുടെ യാതൊരു സിദ്ധഗണങ്ങളോ അവരും നമസ്കരിച്ചു. നമസ്കരിക്കപ്പെട്ടിരിക്കുന്ന ബ്രഹ്മാവ് ചെയ്യപ്പെട്ട നമസ്കാരത്തോടു കൂടിയിരിക്കുന്ന ചന്ദ്രമൗലിയോട് പ്രഹസിക്കുന്നവനെന്ന പോലെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാ, പ്രഹസിക്കുന്ന പോലെ. ഞാൻ എൻ്റെ ഭാവാർത്ഥം പറയണു. ശ്രീ ശിവൻ ബ്രഹ്മാവിനെ നമസ്കരിച്ചപ്പോൾ സന്നിധിയിൽ 4 ഭാഗത്തും ഇരിക്കുന്ന മഹർഷിമാരും സിദ്ധഗണങ്ങളും ബ്രഹ്മാവിനെ നമസ്കരിച്ചു. അപ്പം മുതിർന്നവരെന്താ ചെയ്യുക? അത് കണ്ടിട്ടാണ് പഠിക്കുക.
അവൻ മുതിർന്നവരെ കുട്ടികളുടെ ഒപ്പം മദ്യം സേവിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവരുടെ പേരക്കുട്ടികൾ എന്താ ചെയ്യുക? മദ്യം സേവിക്കും. നേരെ മറിച്ച് അവരുടെ മുതിർന്നവരെ ജ്ഞാനികളെ വണങ്ങാനും നമസ്കരിക്കാനും തുടങ്ങിയാലോ പേരക്കുട്ടികളും ചെയ്യും, അല്ലെങ്കിൽ ചെയ്യിപ്പിക്കണം. അപ്പോൾ പറഞ്ഞു, ദേവന്മാരെല്ലാവരും ശ്രീ ശിവനെയും നമസ്കരിച്ചു. ഇപ്രകാരം ശ്രീ ശിവൻ മുതലായവരാൽ നമസ്കരിക്കപ്പെട്ട ബ്രഹ്മാവ് ദേവാദികളാൽ നമസ്കരിക്കപ്പെട്ടിരിക്കുന്ന ചന്ദ്രശേഖരനോട് മന്ദഹാസപൂർവം പറഞ്ഞു. ഇനി ബ്രഹ്മോവാച, ബ്രഹ്മാവ് എന്താ പറഞ്ഞത്? 41 ശ്ലോകം. ജാനേ ത്വം ഈശം വിശ്വസ്യ ജഗതോ യോനിബീജയോ ശക്തേ ശിവസ്യ ച പരം യത്തൽ ബ്രഹ്മനിരന്തരം. അങ്ങ് ആരോട് കൂട്ടിയിട്ടുള്ളതാ? ശക്തിയോട് കൂട്ടിയിട്ടുള്ളവനാണ്. അപ്പോൾ സമസ്തമായ ലോകത്തിൻ്റെ മാതാപിതാക്കന്മാരായ ശക്തിയുടെയും ശിവൻ്റെയും ലോകപിതാവാണ് ആരെ? ശിവൻ. ലോകമാതാവോ ശക്തി. അപ്പോൾ ശാക്തേയം അല്ലെങ്കിൽ ശൈവം എന്നൊക്കെ പറഞ്ഞാൽ അവരെ പറ്റി ശരിയായ ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവണം. അതിന് അവരുടെ ദേവി ഭാഗവതവും പിന്നെ ശിവപുരാണവും ഒക്കെ പഠിച്ചിരിക്കണം. ഭാഗവതം പിന്നെ പറയും വേണ്ട. അതുകൊണ്ടാണ് പറഞ്ഞത് പരമകാരണമായും, ശക്തിയുടെയും ശിവൻ്റെയും പരമകാരണമായും സർവവ്യാപകമായിരിക്കുന്ന യാതൊരു ബ്രഹ്മമോ അതാകുന്ന ഈശ്വരനാണ് അങ്ങ് എന്ന് ഞാൻ അറിയുന്നു എന്നാ ബ്രഹ്മാവ് പറഞ്ഞത്. മകനെ പറ്റിയിട്ട് പുകത്തിയതാണോ? അല്ല, വാസ്തവികത്തെ പരമാർത്ഥ ദർശനം എന്ന് പറയും. വാസ്തവികത്തെ മനസ്സിലാക്കുക. അപ്പോൾ ഇനി അതിൻ്റെ ഭാവാർത്ഥം ബ്രഹ്മാവ് പറഞ്ഞു, പരമേശ്വരൻ സാക്ഷാൽ പരബ്രഹ്മസ്വരൂപനാണെന്ന് ഇത് മുതൽക്കുള്ള 8 ശ്ലോകത്താൽ ബ്രഹ്മാവ് സ്തുതിക്കുന്നു. എന്നിട്ടും നമുക്ക് വെളിച്ചാവണില്ല. ബ്രഹ്മാവ് സ്തുതിച്ചിട്ട് നമുക്ക് വെളിച്ചാവണില്ല. നമ്മൾ എന്ത് ചെയ്യും? ലൗകിക കാര്യങ്ങളുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് വിഷ്ണുമായുടെ അവിടെ പോയി വെടിപൊട്ടിക്കും, സ്വർണം കൊടുക്കും. അങ്ങനെ ഞാൻ താഴ്ത്തി പറയല്ല കേട്ടോ. അപ്പോൾ ഉദ്ദേശം എന്താ? മുക്തിയാണ്, മോക്ഷമാണ്. അതിൻ്റെ ഇടയിലുള്ളതൊക്കെ വ്യവഹാരമാണ്. ജനിച്ചു, ഇനി മോക്ഷം വേണം, പുനരഭിജനനം പാടില്ല. അതിൻ്റെ ഇടയിലുള്ളതൊക്കെ വ്യവഹാരമാണ്. അത് വേണ്ടാന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, ചരാചരാത്മകമായ സകല ലോകത്തിൻ്റെയും മാതാവായും പിതാവായും ഇരിക്കുന്ന ശക്തിയുടെയും ശിവൻ്റെയും പരമകാരണമായും സർവവ്യാപകമായിരിക്കുന്ന ബ്രഹ്മം യാതൊന്നോ അതുതന്നെയാണ് നിന്തിരുവടിയുടെ പരമാർത്ഥ തത്വമെന്ന് ഞാൻ അറിയുന്നുണ്ട്. ശിവൻ എന്നുള്ള അർത്ഥം പരമാർത്ഥ തത്വമാണ്. ഞാൻ പിന്നെ എന്താണെന്നാ പറയുക, ഭാഗവതം ആഖ്യാനം പലതുണ്ട്. അപ്പോൾ അതിനൊക്കെ കാച്ചി കുറുക്കി ഓരോ പോസ്റ്റ് ഇടും ഞാൻ പിന്നെ ഫേസ്ബുക്കിൽ. പക്ഷേ അറിഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ വളരെ കമ്മിയാണ്. കാരണം എന്താ? അവർ വായിച്ചിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് അതിൽ ദുഃഖം ഉണ്ടായിട്ടല്ല, പക്ഷെ ദുഃഖമുണ്ട്. സമൂഹം എങ്ങോട്ടാണ് പോകണത്? ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ കൊട്ടിയൂർ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ശക്തിസ്വരൂപിണിയായിരിക്കുന്ന അമ്മ തിരുപ്പതിയുടെ ഒരു വാൾ എഴുന്നള്ളിപ്പുണ്ട്. അതിൻ്റെ ഫോട്ടോ ഞാൻ ഇതിലിട്ടു. എനിക്ക് 500 ലൈക്ക് കിട്ടി. അതേസമയം രണ്ട് ദിവസമായി ഞാൻ ശിവസഹസ്രനാമത്തിൽ നിന്ന് ഈ 2 നാമം അതിലിട്ടിട്ടുണ്ട്. ലെസ് ദാൻ 10 ആളിൽ താഴെ ആൾക്കാരെ അത് മനസ്സിലാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഫോട്ടോ ഇട്ട ആൾക്കാർക്കറിയാം. അതല്ല, ഫോട്ടോയിലല്ല ഭ്രമിക്കേണ്ടത്, എസൻസിൽ മനസ്സിലാക്കണ്ടേ. അപ്പോൾ പറയണു, പരമാർത്ഥ തത്വമാണ് ശിവൻ എന്ന് പറഞ്ഞാലും ബ്രഹ്മാവ് എന്ന് പറഞ്ഞാലും പരിപാലകനകർത്താവായിരിക്കുന്ന വിഷ്ണു എന്ന് പറഞ്ഞാലും ഇവരുടെ ഒക്കെ തലതൊട്ടപ്പനായിരിക്കുന്ന ശ്രീമൻ നാരായണൻ എന്ന് പറഞ്ഞാലും ഒക്കെ തത്വങ്ങളാണ്. ആ തത്വങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ആനന്ദം, പരമാനന്ദം, ചിന്മയാനന്ദം, സച്ചിദാനന്ദം ഒക്കെ അനുഭവിക്കണം നമ്മൾ. അപ്പോൾ ലോകരീതിയെ അനുസരിച്ച് എന്നെ പിതൃത്വേന അംഗീകരിച്ച് നമസ്കരിച്ചാലും സാധാരണ ജീവഭാവം അങ്ങേക്കില്ല.
അതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ലോകരീതിയെ അനുസരിച്ച് എന്നെ പിതൃത്വേന അംഗീകരിച്ച് നമസ്കരിച്ചാലും, അതായത് പരമശിവൻ ബ്രഹ്മാവിനെ നമസ്കരിച്ചാലും സാധാരണ ജീവഭാവം അങ്ങേക്കില്ല. അങ്ങാരാ? പരബ്രഹ്മമാണ്. ലോകരക്ഷയ്ക്ക് വേണ്ടി ശിവസ്വരൂപത്തിലിരിക്കുന്ന പരബ്രഹ്മമായ അങ്ങയ്ക്ക് ശിവസ്വരൂപം എന്താ ശിവസ്വരൂപം? മംഗളം. പരബ്രഹ്മമായ അങ്ങയ്ക്ക് ജനന മരണങ്ങളോ സുഖദുഃഖാദികളോ ഒന്നുമില്ല. നിത്യാനന്ദ പരബ്രഹ്മമാണെന്ന് സാരം. നിത്യാനന്ദ പരബ്രഹ്മം. ഇത് എങ്ങനെ മനസ്സിലാക്കുക? അനുഭൂതി കൊണ്ടേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. 42-ാമത്തെ ശ്ലോകം. ത്വമേവ ഭഗവന്നേത ശിവശക്തിയോ സ്വരൂപയോ വിശ്വം സൃജസി പശ്യാൽസി ക്രീഡന്നൂർണപടോ യഥാ. ഊർണനാഭീനെ പോലെ അങ്ങയിൽ നിന്ന് വരുന്ന തന്തുക്കളെ കൊണ്ട്, അല്ലേ? ഈ ഊർണനാഭി എന്താ ചെയ്യണത്? തന്നിൽ നിന്ന് കിട്ടുന്ന ശക്തിയാണ് അതിൻ്റെ വായുക്കൂടെ ഒരു രസമായിട്ട് കമ്പിയായിട്ട് ഉപയോഗിക്കുന്നത്. അതിനെ വീണ്ടും തൻ്റെ വായക്കൂടെ ഉദരത്തിലേക്ക് ആക്കാനും അതിന് സാധിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഐശ്വര്യപൂർണ ശിവ ഭഗവൻ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഐശ്വര്യപൂർണ. അപ്പോൾ സമാന സ്വരൂപത്തോടു കൂടിയ ശിവശക്തികളുടെ ഉള്ളിൽ ക്രീഡിക്കുന്ന അങ്ങ് തന്നെ ഈ ലോകത്തെ സൃഷ്ടിക്കുന്നു, രക്ഷിക്കുന്നു, ഭക്ഷിക്കുന്നു. ഊർണനാഭിയെ പോലെ. ഈ ഒരു എക്സ്പ്ലനേഷൻ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. എന്തേ? ഇതാണ് അൾട്ടിമേറ്റ് ഗോള്. അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കുക. ലോകമാതാപിതാക്കന്മാരായിരിക്കുന്ന ശക്തിയുടെയും ശിവൻ്റെയും സ്വരൂപം അഭിന്നമാകുന്നു, ഭിന്നമല്ല. എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെയും അമ്മയുടെയും, ലോകമാതാവും ലോകപിതാവുമാണല്ലോ. അപ്പം നമ്മൾക്കും അച്ഛനുണ്ട്, അമ്മയുണ്ട്. അമ്മ ദരിദ്രയാണെങ്കിലും അച്ഛൻ സമ്പാദിച്ചു കൊണ്ടുവരണാണെങ്കിലും നമ്മളെവിടെ 10 മാസം ആരെ നമ്മളെ ചുമന്ന് നടക്കണത്? അമ്മ. ആ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, നമ്മുടെ സ്വതസിദ്ധമായിട്ടുള്ളൊരു ശക്തി കേന്ദ്രമാണ് അമ്മ. അതിനെ തിരിച്ചുകൊണ്ട് അച്ഛനെ ആരാധിച്ചിട്ട് കാര്യമില്ല. അപ്പം മാതൃദേവോ ഭവ പിതൃദേവോ ഭവ എന്നുള്ളതിൻ്റെ പ്രസക്തി മനസ്സിലാക്കിക്കൊണ്ട് ഏതൊരാൾ ജീവിക്കണോ അവന് വൈരുദ്ധ്യങ്ങൾ വരില്ല. അവരെന്നെ ആരാ സംരക്ഷിക്കണത്? ജന്മം തന്നവർ മൺമറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും, ജന്മം തന്നവരെ മൺമറഞ്ഞു പോകണമെങ്കിലും ലോകമാതാവും ലോകപിതാവും ഈ ഭൂമിയിലുണ്ടല്ലോ, അവരുടെ പരിരക്ഷ നമ്മൾക്ക് കിട്ടിക്കൊണ്ട് തന്നെ ഇരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നാമമാത്രത്താൽ രണ്ടെന്ന് പറഞ്ഞാലും വസ്തുതയ ഒന്ന് തന്നെ. അവരുടെ അന്തർഭാഗത്തിലിരുന്ന് ലോകത്തെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് സംഹരിക്കുന്നത് അങ്ങയുടെ ലീലയാകുന്നു. ഊർണനാഭി എന്ന ഒരു ജാതി പ്രാണി, എട്ടുകാലി, അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ മൃദുവായ ഒരുവിധം ദ്രാവകം നൂലിനെ പോലെ പുറത്തേക്ക് കൊണ്ടുവരികയും ആ നൂല് കൊണ്ട് വല കെട്ടുകയും ആ വലയിൽ തന്നെ വസിക്കുകയും ഒടുവിൽ ആ നൂലിനെ തൻ്റെ ഉള്ളിൽ തന്നെ ലയിപ്പിക്കുകയും ചെയ്യുന്നത് പോലെ നിന്തിരുവടിയും അന്യാപേക്ഷ കൂടാതെ സ്വതന്ത്രനായിട്ട് വിശ്വസൃഷ്ട്യാദികളെ നടത്തുന്നു. ഇത്രയും കമനീയമായിട്ടുള്ള ആഖ്യാനം വായിച്ചാലേ മനസ്സിലാവുള്ളൂ. ശ്ലോകം ചൊല്ലിയതുകൊണ്ടാവില്ല. കാരണം എന്താ? നമ്മൾക്ക് അത്ര സംസ്കൃതം അറിയില്ല. അതെന്നെ. 43. ത്വമേവ ധർമാർത്ഥദുഃഖാഭിപത്തയേ ദക്ഷേണ സൂത്രേണ സസർജിതാധ്വരം ത്വയൈവ ലോകേ അവസിതാശ്ച സേതവോയാൻ ബ്രാഹ്മണാ ശ്രദ്ധതേ ധൃതവ്രതാ. അപ്പോൾ അതിൻ്റെ വാക്കർത്ഥം പറയുമ്പോൾ ധർമ്മത്തെയും അർത്ഥത്തെയും, ധർമ്മവും വേണം അർത്ഥവും വേണം. അപ്പോൾ ധർമ്മത്തെയും അർത്ഥത്തെയും സാധിപ്പിക്കുന്ന വേദത്തിൻ്റെ സംരക്ഷയ്ക്കായിക്കൊണ്ട് നിമിത്ത കാരണമായിരിക്കുന്ന ദക്ഷനെ കൊണ്ട് യാഗത്തെ അങ്ങ് തന്നെ സൃഷ്ടിച്ചു. വ്രതനിഷ്ഠയുള്ളവരായ ബ്രാഹ്മണർ യാതൊരു ധർമ്മങ്ങളെ ശ്രദ്ധിക്കുന്നുവോ ആ ധർമ്മങ്ങൾ അങ്ങയാൽ തന്നെ ലോകത്തിൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു.
മുഴുമിച്ചിട്ടില്ല. ശ്ലോകത്തിന് ഇനി 8 ശ്ലോകം കൊണ്ടല്ലേ പറയണത്. അപ്പോൾ ഇനി ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഭാവാർത്ഥം, ലോക സൃഷ്ടി ചെയ്ത നിന്തിരുവടി തന്നെ ലോകത്തിൻ്റെ ഉത്കർഷത്തിന്, ശ്രേഷ്ഠമായ അവസ്ഥ, ഉത്കർഷം കാരണമായിരിക്കുന്ന ധർമാർത്ഥങ്ങളെ സാധിപ്പിക്കുന്ന വേദത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടുന്ന കർമ്മമാർഗത്തെയും സ്ഥാപിച്ചിരിക്കുന്നു. അങ്ങയുടെ പ്രേരണ നിമിത്തം തന്നെ ദക്ഷൻ യാഗത്തിന് ആരംഭിച്ചത്. പറഞ്ഞ ശ്രദ്ധിക്കണം, ഭഗവാന്റെ ഇച്ഛയില്ലെങ്കിൽ ആർക്കും യാഗം യജ്ഞം ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ 3500 എപ്പിസോഡ് ചെയ്തു എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ എന്താ, എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാം. നമ്മൾ ഒരു കയ്യിൽ ഒരു ചട്ടുകം എങ്ങനെയാണ് ചൂടായ പായസം ഇളക്കണത്? കൈ കൊണ്ട് ഇളക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് ചട്ടുകം വേണം. ആ ഒരു രീതിയിൽ കർത്തൃത്വവും ഭോക്തൃത്വവും സ്വീകരിക്കാണ്ട് ഇന്ന് കാലത്ത് തന്നെ എനിക്ക് പറയേണ്ടി വന്നു. തിരുമേനി ഒരു സ്ത്രീ എഴുതിയതാണ്, ഒരു സ്ത്രീയല്ല, ഒരു സ്ത്രീക്ക് വേണ്ടി അവരുടെ മകൾ എഴുതിയതാണ്. എൻ്റെ അമ്മ പതിവായി കാണാറുണ്ട്, കേൾക്കാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ അവർ എന്നെ പോലെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ സ്മാർട്ട് ആവില്ല, വേണ്ട. പക്ഷേ മെസ്സേജ് എനിക്ക് കിട്ടി, ഒരാൾ കാണും. അപ്പം ഞാൻ ചോദിച്ചു എവിടെയാണ്, ജസ്റ്റ് ഫോർ കോമൺ ഇൻട്രസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്, അത്രയേ ഉള്ളൂ. പക്ഷേ ഞാൻ ഉടനെ എഴുതി, ഞാൻ തിരുമേനിയല്ല, പിന്നെയോ ഞാൻ ഭാഗവത ഭക്തദാസനാണ്. അത് എൻ്റെ ഗുരുനാഥൻ എനിക്ക് തന്നിട്ടുള്ള പദവിയാണ്. അതെന്തിനാണ് ഞാൻ വേണ്ട വെക്കണത്? എല്ലാ പരമമായ ഗുരു ആണല്ലോ ഗുരുനാഥൻ. അപ്പം എൻ്റെ ഉള്ളിലുള്ള ചൈതന്യമാണ് അത് സ്വീകരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ചൈതന്യമാണ് അത് പ്രകടിപ്പിക്കുന്നത്. അപ്പം സത്യത്തിൽ രണ്ടും ഒന്നല്ലേ? അതെ. അതുകൊണ്ടാണ് എപ്പോഴും ഒറിജിനൽ ടേസ്റ്റ് നമ്മൾ വിട്ടുകൊടുക്കാതെ ഇരിക്കുക. ആരെത്ര പുകഴ്ത്തിയാലും നമ്മൾ പുകഴാൻ പാടില്ല. കാരണം എൻ്റെ അമ്മ പറയും, ഇരിക്കുന്നവന് വീടുന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. ആരെങ്കിലും പറഞ്ഞ് കയറ്റുമ്പോൾ നമ്മൾ കയറിയാലോ വീണ തണ്ടലൊടിയും. അപ്പോൾ നല്ലവനെന്ന് പറഞ്ഞാലും ചീത്തവനാണെന്ന് പറഞ്ഞാലും നമ്മൾ നെളിയും വേണ്ട, പിരിയും വേണ്ട. പരമശൈലേ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ധർമ്മങ്ങളെ അറിവുള്ള ആര്യന്മാർ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുന്നുവോ ആ ധർമ്മങ്ങളെ ലോകത്തിൽ ഏർപ്പെടുത്തിയതും ആരാണ്? അങ്ങ് തന്നെയാണ്. അതുകൊണ്ട് ഇപ്പം എന്ത് വേണമെന്നാ പറഞ്ഞത്? എന്തോ ചില വിപത്തുക്കൾ വന്നു, ദക്ഷന് അങ്ങയെ ഉൾക്കൊള്ളാൻ സാധിക്കാതെ കണ്ട് അങ്ങയെ അപമാനിച്ചു. അതിൻ്റെ അന്തിമഫലം തൻ്റെ അങ്ങയുടെ വാമഭാഗത്തിന് യോഗ അഗ്നിയിൽ ഭസ്മാവേണ്ടി വന്നു. അതിനും കാരണമുണ്ട്, അതാണ്. അപ്പോൾ ഇനി എന്ത് വേണം? അങ്ങ് തന്നെ ആരെ കൊണ്ടാണ് യജ്ഞം യാഗം തുടങ്ങിയിട്ടുള്ളത്? അയാളുടെ ശരീരം കേടുവന്നിട്ടില്ല. ആ ശരീരത്തിൽ നഷ്ടമായ തലയ്ക്ക് പകരം വേറൊരു തല വെച്ച് കൊടുത്ത് അയാളെ കൊണ്ട് ഈ യജ്ഞം അവസാനിപ്പിക്കണം. അപ്പോഴാണ് ഈ ശ്രീരുദ്രം ചമകം അതൊക്കെ വരാൻ പറ്റുള്ളൂ. അപ്പോൾ പറയുന്നു അടുത്ത ശ്ലോകം 44, ത്വം കർമ്മണാം മംഗളാനാം കർത്തു. മംഗളം മാത്രമാണല്ല, മംഗളാനാം കർത്തു സ്മ ലോകം തനുഷേ സ്വപരം വാ അമംഗളാനാം ച തം മിശ്രമുൽബണം വിപര്യയ കേന തദേവ കസ്യചിത് എന്നാണ് ശ്ലോകം. അപ്പോൾ മംഗള എന്ന് പറഞ്ഞാൽ കല്യാണമൂർത്തേ മംഗളം ഭവതു. കല്യാണമൂർത്തേ, മംഗളകരങ്ങളായ കർമ്മങ്ങളുടെ കർത്താവിന് സ്വർഗമോ പരമപദവിയോ, അമംഗളകരങ്ങളായ കർമ്മങ്ങളുടെ കർത്താവിന് ഘോരമായ നരകമോ ആയ അനുഭവത്തെ നിന്തിരുവടി കൊടുക്കുന്നു എന്നാണ്. അപ്പോൾ നമ്മൾക്ക് മരണം സംഭവിക്കുമ്പോൾ നമ്മുടെ ഗതിയെ ബൈഫർക്കേറ്റ് ചെയ്യുന്നത് ആരാ? ശിവനാണ്. ഏത് വഴിക്കാണ് നമ്മളെ പറഞ്ഞയക്കേണ്ടത്? സ്വർഗത്തിൽ പോയിട്ട് തിരിച്ചു വരാനുള്ള കാര്യം ചെയ്യണോ? അല്ല, അതിൻ്റെ ഒക്കെ മുമ്പ് നരകത്തിൽ പോയിട്ട് പുനരാവൃത്തി ജനിച്ച് എന്ത് വേണമെന്ന് തീരുമാനിക്കണോ? അതോ സൂര്യമണ്ഡലത്തിൽ കൂടെ പോയി തിരിച്ചു വരാത്ത രീതിയിൽ വൈഷ്ണവപദത്തിലെത്തി വൈകുണ്ഠപദത്തിലെത്തി സായൂജ്യ സാരൂപ്യ സാലോക്യ സാമീപ്യാദികൾ വേണോ
എന്നുള്ളത് ആരാ തീരുമാനിക്കണത്? ഭഗവാൻ ശ്രീ ശങ്കരൻ. അതുകൊണ്ടാണ് പറഞ്ഞത്, കർമ്മങ്ങളുടെ കർത്താവിന് ഘോരമായ നരകമോ ആയ അനുഭവത്തെ നിന്തിരുവടി സൃഷ്ടിക്കുന്നു. അത് തന്നെ ചിലർക്ക് എന്തോ കാരണത്താൽ വിപരീതമായും കാണപ്പെടുന്നു. ആശ്ചര്യം. എന്തോ കാരണത്താൽ എന്ന് പറഞ്ഞാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്നർത്ഥം. വിപരീതമായും കാണപ്പെടുന്നു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞ് നമുക്ക് നിർത്താം. സത്യത്തിൽ എനിക്ക് ഈ എപ്പിസോഡ് തുടങ്ങാനേ ബുദ്ധിമുട്ടുള്ളൂ. തുടങ്ങിയ പിന്നെ നിർത്താൻ തോന്നില്ല. അത്രയും അതിൽ അസിമിലേറ്റ് ചെയ്യുന്നത്. കാരണം എന്താ? ദർ ഈസ് നോ അതർ വേ. ശാന്തസുന്ദരമായ ഒരു ജീവിതം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ ലയിക്ക് നിവർത്തിയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ വേദത്താൽ വിധിക്കപ്പെട്ട മംഗളകർമ്മങ്ങളെ ഫലകാംക്ഷയോടുകൂടെ ചെയ്യുന്നവർക്ക് സ്വർഗാദി ലോകങ്ങളും, ഫലകാംക്ഷ കൂടാതെ ചെയ്യുന്നവർക്ക് സായുജ്യത്തെയും ഭഗവാൻ എൻ്റെ വായയിലിട്ട് തന്നൊക്കെ ഞാനൊക്കെ പറയുകയും ചെയ്തു. അതന്നെയാണ് പറയുള്ളൂ. എന്നപ്പോൾ എനിക്ക് സംസ്കൃതം അറിഞ്ഞിട്ടാ അല്ല, അവിടെയാണ് എനിക്കുള്ള എന്താന്നാ പറയുക, എൻ്റെ സമീപനം എത്രത്തോളം എനിക്ക് ഉപകാരപ്പെടുന്നു എന്നുള്ളത് ഇത് കേൾക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എനിക്ക് സംസ്കൃതം അറിഞ്ഞിട്ടല്ല. പക്ഷേ ഇതാരാ ചെയ്യിപ്പിക്കണതെന്ന് ഞാൻ പറഞ്ഞു. ഈശ്വരൻ തന്നെയാണ് ചെയ്യിപ്പിക്കണത്, പ്രചോദനം തരുന്നത് അല്ലേ. അപ്പോൾ ആ ഈശ്വരൻ തന്നെ ഈശ്വരൻ്റെ ഗരിമ കമ്മിയാക്കാണ്ടിരിക്കാനുള്ളൊരു താല്പര്യം ചെയ്യില്ലേ? അത്രയേ ഉള്ളൂ. അപ്പോൾ സായുജ്യത്തെയും നിഷിദ്ധ കർമ്മങ്ങളെ ചെയ്യുന്നവർക്ക് ഭയങ്കരമായ നരകലോകങ്ങളെയും കൽപ്പിച്ചിരിക്കുന്നു. ഞാൻ മൂന്നും പറഞ്ഞു. അതായത് എന്താ പറഞ്ഞത്? മരണസമയത്ത് സ്വർഗത്തിൽ പോയി തിരിച്ചു വന്ന് ഒരു തരം, കാരണം ചെയ്ത പുണ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും കൂടിയും പോകാൻ പറ്റാതെ കണ്ടുള്ളവർക്ക് നരകം. നേരെ മറിച്ച് സൂര്യദശയിലേക്ക് പോണവർക്കോ നേരെ സായുജ്യം. ഇത് സംസ്കൃതം അറിയാണ്ട് തന്നെ എനിക്ക് പറയാറാക്കി തന്നതാരാ? ഈശ്വരൻ. അങ്ങനെ തന്നെ വേണം പറയാൻ. ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് ഒരാളേനെ ഓർമ്മ വരുന്നത്, എൻ്റെ എല്ലാ ഭാവുകങ്ങളും ആഗ്രഹിക്കുന്നവർ അവിടെ എവിടെയും പോയിട്ട് വേദാന്തം പറയരുത് ആൾക്കാർക്ക് ഇഷ്ടമാവില്ല എന്ന് പറഞ്ഞു. അന്ന് അവർ വന്നില്ല, വേദാന്തം തന്നെ പറഞ്ഞു. ഇഷ്ടമായി അവർക്ക്. അപ്പോൾ അതും ഒരു ട്രയൽ ആൻഡ് എററാണ്. നമ്മൾ സ്വീകരിക്കുന്ന വഴി ശരിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആരാ? ഇത് കേൾക്കുന്ന ആൾക്കാരാ. അതിൽ ഞാൻ ഒരാളുടെ ഒരു ഫോട്ടോ കാണിച്ചു തരാം. സംഗതി വശാൽ ആ ഫോട്ടോ ഇവിടെ ഉണ്ട് എന്നാണ് തോന്നണത്. അതായത് ഒരു ഫോട്ടോ, അതായത് 2007 ഇവിടെ നമ്മുടെ മുള്ളൻഡിൽ ഒരു സപ്താഹം ചെയ്യുണ്ടായി. അപ്പോൾ അവിടെ വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് ഒരു ബ്രാഹ്മണൻ അദ്ദേഹത്തിൻ്റെ കഴുത്തിലുള്ള ഒരു തുളസിമാല എനിക്ക് ഇട്ടു തന്നു. മാത്രമല്ല നല്ല ഒരു ഷാള് 7-ാം ദിവസം പതിപ്പിച്ചു തന്നെ. ആ ഷാള് ഇന്ന് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ സപ്താഹത്തിന് എവിടെയൊക്കെ പോയിട്ടുണ്ട് അവിടേക്കൊക്കെ ഞാൻ ആ ഷാള് കൊണ്ടുപോയിട്ടുണ്ട്. കാരണം എന്താ, അത്ര നല്ല ഷാള് വേറെ ഇല്ല. ഒരു മാച്ചും ഇല്ലാതെ കൊണ്ട് ആ ഷാള് പിന്നെ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതായത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ ഞാനിതൊക്കെ പറയാൻ കാരണം, ഒരു ദിവസം പഴയ ഇതൊക്കെ നോക്കുമ്പോൾ മിസ്സസ് എടുത്തു വെച്ചു ആ ഫോട്ടോ. അത് ഇവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഡാൻസ് വെച്ചാൽ മനസ്സ് അറിഞ്ഞ് ആര് കണ്ടാലും ശരി ആര് കണ്ടില്ലെങ്കിലും ശരി ഒരു കുഴപ്പമില്ല എന്നുള്ള പറഞ്ഞ കൊടുത്തില്ല. അതാ ഇത് ആളിപ്പോൾ ജീവിച്ചിരിക്കില്ല. മുള്ളൻഡിലെ ബ്രാഹ്മണ അഗ്രഹാരത്തിൽ ആര് മരിച്ചാലും സ്വയം പോയി വേണ്ട കൃത്യങ്ങളൊക്കെ ചെയ്തു വരുന്ന ആളാണ്. അപ്പോൾ ഇദ്ദേഹം എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഡാൻസ് ചെയ്തിട്ടാണ് വരുന്നത്. പരമശയിലേ
എനിക്കത് പിന്നെ എന്താണെന്ന് പറയുക, ഇതിന് എന്താ വില മതിക്കുക ചോദിച്ചാൽ എനിക്കറിയില്ല. അതിൽ പിന്നെ യജ്ഞവേദിയാണ്, ഞാനുണ്ട്, കണ്ടമംഗലം നന്ദകുമാറുണ്ട്, പിന്നെ ഹോതാവ് ഇന്ന് ഉള്ള ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു ആചാര്യനാണ്. എനിക്ക് പെട്ടെന്ന് പേര് വരുന്നില്ല. അപ്പം ഇതൊക്കെ സത്യമായിട്ട് നടന്ന കാര്യങ്ങളിൽ കൂടെ ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര വീറും വാശിയും ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എവിടെ എത്തിയത്, ഇത് മുഴുമിച്ചില്ല. 30 മിനിറ്റിൽ നിർത്താമെന്ന് വിചാരിച്ചത് 35 മിനിറ്റായി, സാരമില്ല. അപ്പോൾ പറയണു, പിന്നെ എന്നാൽ ബാഹ്യമായി അറിയപ്പെടാതിരിക്കുന്ന ചില പ്രപഞ്ച കാരണങ്ങൾ നിമിത്തം ദക്ഷന് സംഭവിച്ച മട്ടിൽ സൽക്കർമ്മത്താൽ ദോഷവും ശിശുപാലാദികൾക്കെന്ന പോലെ അസൽക്കർമ്മത്താൽ സൽഫലവും സിദ്ധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് ഭഗവാനെ അബ്യൂസ് ചെയ്തിട്ടും ഭഗവാൻ മോക്ഷം കൊടുക്കുക ചെയ്തത്. അതാണ് ശിശുപാലനെ പറ്റി പറഞ്ഞത്. ദക്ഷന് യാഗം നിമിത്തം ദോഷം നേരിട്ടത് കാരണം അഹങ്കാരത്താൽ കലുഷിതമായ ബുദ്ധിയാകുന്നു. ശിശുപാലന് ജന്മത്രയത്താൽ മോക്ഷം സിദ്ധിച്ചത് സ്മരണയുടെ ദാർഢ്യം കൊണ്ടുമാണ്. എപ്പോഴും കൃഷ്ണനെ അബ്യൂസ് ചെയ്യണമെന്ന് വിചാരിച്ച് നടക്കുന്ന ആളാണ്. അപ്പോൾ ഭഗവാൻ ഒരു എണ്ണം 108 ആയാൽ ഞാൻ ശിക്ഷിക്കുന്നത്, ആ ശിക്ഷ മോക്ഷമായിരുന്നു. അപ്പോൾ സ്മരണയുടെ ദാർഢ്യം കൊണ്ടുമാണെന്ന് കാണാവുന്നതിനാൽ ഫലവൈപരീത്യത്തിനും കാരണം കർത്താക്കന്മാരിലുള്ള വൈഷമ്യമാകുന്നതല്ലാതെ അങ്ങ് ആർക്കും വിശേഷവിധം ദോഷത്തെയോ ഗുണത്തെയോ ചെയ്യുന്നില്ല. കർമ്മമാണ് അത് നേടിക്കൊടുക്കുന്നത്. ഈശ്വരനായ ഭവാൻ ഗുണദോഷങ്ങളെ അതിക്രമിച്ചിരിക്കുന്നുവെന്ന് സാരം. ഇത്ര വലിയൊരു അർത്ഥം എന്തിനത്? ഭഗവാൻ എന്താ ചെയ്യുന്നത്? ദോഷങ്ങളെ അതിക്രമിച്ച ആളാണ്. എപ്പോഴും നല്ലത് മാത്രം വിചാരിക്കുന്ന ആളാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. ഇങ്ങനെ ഇരിക്കുന്ന ആ ശിവൻ്റെയും അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെയും രണ്ടും ഒന്നാണെന്നുള്ള ധാരണയിൽ കൂടെ ശിവനാമങ്ങളും നാരായണനാമങ്ങളും സദാ മുഴക്കിക്കൊണ്ട് ജീവിത സന്ധാരണം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സായുജ്യ സാമീപ്യ സാലോക്യ സാരൂപ്യാദികൾ ഏതൊരാൾക്കും ബ്രാഹ്മണ ക്ഷത്ര വൈശ്യശൂദ്ര വ്യത്യാസമില്ലാതെ കണ്ട് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് എന്ന സത്യത്തെ സ്മരിച്ചുകൊണ്ട് അതിനുതകുന്ന രീതിയിൽ നമ്മുടെ പ്രാർത്ഥന സദാസമയവും ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.